Meet the editors. ചോദ്യം ഇതാണ്, ധ്യാനം പ്രചാരണമായി. ഉണ്ണിബാലകൃഷ്ണൻ, 6ഓളം ക്യാമറകൾ, 9 ക്യാമറ ആംഗിളുകൾ, 5 വ്യത്യസ്ത ഇടങ്ങൾ, ബൈനോക്കുലറിലൂടെ കടൽക്കാഴ്ച ആസ്വാദനം. ഇപ്പോൾ ഇനി അവശേഷിക്കുന്നത് ഒരു രാത്രിയും പാതി പകലും മാത്രമാണ് ധ്യാനം അവസാനിക്കാൻ. ആ ധ്യാനം പ്രചാരണമായോ? നോക്കൂ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഏതൊരു പൗരനെയും എന്ന പോലെ തന്നെ ധ്യാനത്തിലേക്ക് പോകാനുള്ള എല്ലാ അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട്. അത് 1 ദിവസമോ 2 ദിവസമോ 4 ദിവസമോ അതൊക്കെ അദ്ദേഹത്തിൻ്റെ സൗകര്യം പോലെ തീരുമാനിക്കാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതത്ര നിഷ്കളങ്കമായൊരു പ്രവൃത്തിയായി ഈ അവസരത്തിൽ ഞാൻ കാണുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലെ വസതി എന്ന് പറഞ്ഞാൽ അതൊരു 12 ഏക്കർ സ്ഥലത്ത് നിലകൊള്ളുന്നൊരു വസതിയാണ്. 7 RCR എന്നാണ് ആ റോഡ് അറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ അത് 7 കല്യാൺ മാർഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു 12 ഏക്കർ ചുറ്റളവിൽ ഏതാണ്ട് 5 ബംഗ്ലാവുകളാണ് ഈ പ്രധാനമന്ത്രിയുടെ വീട് എന്ന് പറയുന്നത്. ഈ 1998 വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന അവസരത്തിൽ NDAയുടെ എല്ലാ സമ്മേളനങ്ങളും നടന്നിരുന്നത് പ്രധാനമന്ത്രിയുടെ വസതിയിലായിരുന്നു. അന്ന് ഈ സമ്മേളനത്തിൻ്റെ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ തന്നെ NDAയുടെ കൺവീനറും ഡിഫൻസ് മിനിസ്റ്ററുമായിരുന്ന ജോർജ് ഫെർണാണ്ടസ് വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ വീണ്ടും തൊട്ടടുത്തിട്ടുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അതൊരു തുറന്ന ഓഡിറ്റോറിയമാണ്. അവിടെയാണ് ഈ പ്രധാനമന്ത്രി ഹോളി ദിനമൊക്കെ ആഘോഷിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ എനിക്ക് അതിനകത്ത് പോകാനും അവിടെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ഈ പ്രധാനമന്ത്രിയുടെ വസതി നിൽക്കുന്ന കോമ്പൗണ്ടിനകത്ത് കയറാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ള നല്ല പൂന്തോട്ടങ്ങളൊക്കെയുള്ള വലിയ ഇടതിങ്ങി മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒന്നാന്തരം കോമ്പൗണ്ടാണ് ഈ 12 ഏക്കർ എന്ന് പറയുന്നത്. ഇവിടെ എവിടെ വേണമെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ധ്യാനനിരതനായി 2, 3, 4 ദിവസമൊക്കെ ഇരിക്കാം. എന്നാൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വിവേകാനന്ദ പാറയിലെത്തി 45 മണിക്കൂർ ധ്യാനം ഇരിക്കാൻ തീരുമാനിക്കുന്നത് നിഷ്കളങ്കമല്ല എന്ന് ഞാൻ പറയാൻ കാരണം ഇത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു വലിയ പദ്ധതി നരേന്ദ്രമോദിക്കുണ്ട്. അത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നോക്കൂ, ഇപ്പോൾ കുംഭമേള നടന്ന സമയത്ത് കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ഗംഗാനദിയിൽ മുങ്ങി ഉയരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നമ്മൾ കാണുന്നത്. ഹിന്ദുത്വ റിച്വൽസുമായി പ്രധാനമന്ത്രി നല്ല രീതിയിൽ അദ്ദേഹത്തെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ് എന്നുള്ളത്. ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കാൻ അദ്ദേഹം തീരുമാനിക്കുമ്പോൾ 11 ദിവസം ഈ രാജ്യത്തെ വിവിധ രാമക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയാണ്. അതിൽ 2 ക്ഷേത്രം കേരളത്തിലായിരുന്നു, നമുക്കറിയുന്ന പോലെ ഗുരുവായൂരും തൃപ്രയാറും. രംഗനാഥസ്വാമി ക്ഷേത്രമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. ഇങ്ങനെ ഹിന്ദു റിച്വൽസുമായിട്ട് നന്നായി കണക്ട് ചെയ്തൊരു ഹിന്ദുത്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പലായി തന്നെ സ്വയം അവതരിപ്പിക്കുന്ന ഒരു പദ്ധതിയുണ്ട് നരേന്ദ്രമോദിക്ക്. ഇപ്പോൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുക വിശ്വഗുരു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവമാണെന്ന് അദ്ദേഹം തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. ഏതാനും വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് അദ്ദേഹം അത് പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം JP നഡ്ഡ എന്ന് പറയുന്ന BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ നരേന്ദ്രമോദിയെ വിശേഷിപ്പിച്ചത് കിങ് ഓഫ് ഗോഡ്സ് എന്നാണ്, ദൈവങ്ങളുടെ രാജാവ് എന്നാണ്. ദൈവം പോലും നരേന്ദ്രമോദിയുടെ ഭക്തനാണെന്ന് പറഞ്ഞത് സംബിത് പാത്രയാണ്, ലോർഡ് ജഗന്നാഥിനെ വെച്ചിട്ടായിരുന്നു പറഞ്ഞത്. ആ രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ അനുയായികളെ കൊണ്ട് പറയിപ്പിച്ചു. ഒടുവിൽ അദ്ദേഹം തന്നെ ദൈവമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അവതാരമാണ് എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള റിച്വൽസുമായിട്ട് അദ്ദേഹം നിരന്തരം കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വേറൊരു വലിയ എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ഒരു അവതാര പുരുഷനായി അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ പ്രോജക്റ്റാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് അറിയപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ്? ഓഫ് കോഴ്സ് മഹാത്മാഗാന്ധിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലോക ജനതയുടെ മനസ്സിലേക്ക് വരിക. അത് ആറ്റൻബറോയുടെ സിനിമയ്ക്ക് ശേഷമാണ് ലോകം മഹാത്മാഗാന്ധിയെ എന്ന് അറിഞ്ഞത് എന്നൊക്കെ പറയുമ്പോൾ അത് വെറുതെ ഒന്നും പറയുന്നതല്ല. അത്തരം കമൻറ്റുകൾ നിഷ്കളങ്കമല്ല. പിന്നെ അറിയപ്പെടുന്നത് പണ്ഡിറ്റ്ജി ആണല്ലോ, ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ ധൈഷണികത കൊണ്ട് ലോകം അദ്ദേഹത്തെ ആരാധിക്കുന്നു. പിന്നെ അറിയപ്പെടുന്ന ആൾ രവീന്ദ്രനാഥ് ടാഗോറാണ്. ഗുരുജി എന്നാണ് ടാഗോറിനെ ലോകം വിളിക്കുക തന്നെ ചെയ്യുന്നത്. ആ ഒരു ശ്രേണിയിലേക്ക് ഒരു അവതാര പുരുഷനായി തന്നെ സ്ഥാപിക്കുക എന്നൊരു പദ്ധതി നരേന്ദ്രമോദിക്കുണ്ട്. അതിൻ്റെ ഭാഗമായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ ഹിന്ദുത്വ റിച്വൽസും അതിൻ്റെ ഭാഗമായൊരു സന്യാസ തുല്യമായ പ്രതിച്ഛായയും ദൈവികമായ പ്രതിച്ഛായയും ഒക്കെ ഒരു വിശ്വഗുരുവായി മാറിത്തീരുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു ഘട്ടത്തിൽ RSSുമായി ഇതിനൊരു ബന്ധമുണ്ട്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ വിവേകാനന്ദ പാറ എന്ന് പറയുന്നത് RSSൻ്റെ പ്രോജക്റ്റ് ആയിരുന്നു. 1956 മുതൽ 1962 വരെ RSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഏക്നാഥ് റാനഡയുടെ പ്രോജക്റ്റാണിത്. അന്ന് RSS മേധാവിയായിരുന്ന MS ഗോൾവാക്കറിൻ്റെ അനുമതിയോടുകൂടി അദ്ദേഹം ആരംഭിക്കുകയും 70-ൽ പൂർത്തിയാക്കുകയും ചെയ്ത പദ്ധതിയാണ്. അപ്പോൾ RSSുമായി വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് ഈ പറയുന്ന വിവേകാനന്ദ പാറ എന്ന് പറയുന്നത്. ഇപ്പോൾ RSSനെ ആവശ്യമുണ്ട് നരേന്ദ്രമോദിക്ക്. ആ ഒരു കണക്റ്റും ഈ കാര്യത്തിൽ ഞാൻ കാണുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചിമ ബംഗാളിലെ 9 സീറ്റുകളാണ്. ആ 9 സീറ്റുകളിൽ TMCയും BJPയും നേർക്കുനേർ മത്സരിക്കുകയാണ്. അവിടെയാണ് ഈ വിവേകാനന്ദൻ എന്ന് പറയുന്നത്
വിവേകാനന്ദൻ ഒരു പാൻ ഇന്ത്യൻ ഹിന്ദു കൾട്ടാണെങ്കിൽ കൂടിയും അത് ബംഗാളിയുടെ ഒരു വികാരമാണ്. അവിടേക്ക് ഈ വിവേകാനന്ദ പാറയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന, ധ്യാനിക്കുന്ന നരേന്ദ്രമോദി കൊടുക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഈ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദനാണ്. അവിടുത്തെ സന്യാസിമാർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങി. അതിനെതിരെ മമതാ ബാനർജി രംഗത്ത് വന്നിരുന്നു. അത്ര ശക്തമായിട്ട് ഈ സംഭവം ഉപയോഗിക്കണം. ഈ വിവേകാനന്ദനെയും ശ്രീരാമകൃഷ്ണ മിഷനെയും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ സീറ്റുകൾ വർദ്ധിപ്പിക്കാമെന്നാണ് ബംഗാളിൽ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബംഗാളിൽ തിരിച്ചടി ഉണ്ടാകും BJPക്ക് എന്ന് പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്റ്റും ഉണ്ട്. ഈ അർത്ഥത്തിലൊക്കെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവേകാനന്ദ പാറയുടെ അല്ലെങ്കിൽ വിവേകാനന്ദ പ്രതിമയ്ക്ക് മുമ്പിലുള്ള നരേന്ദ്രമോദിയുടെ ധ്യാനത്തിലെ ഇരിപ്പെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു രാജ്യത്തെ പ്രൈം മിനിസ്റ്റർക്ക് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കാനുള്ള അവകാശമില്ല. പ്രൈം മിനിസ്റ്റർ കനോട്ട് ഗോ ടോട്ടലി ഇൻകമ്മ്യൂണിക്കാഡോ എന്നാണ് പറയുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ ഒരു പ്രധാനമന്ത്രിക്ക് ഇരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത എന്താ? അയാളാണ് ന്യൂക്ലിയർ കമാൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇന്ത്യയുടെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ തൊട്ടയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു ആണവ ശക്തിയുമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇൻകമ്മ്യൂണിക്കാഡോ ആയിട്ടിരിക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് പറ്റില്ല. ഇനി പറ്റും. എപ്പോൾ പറ്റും? രണ്ടാമതൊരാളെ അസൈൻ ചെയ്യണം ആ ചുമതലയിലേക്ക്. അങ്ങനെ ഒരു കാര്യം ഇവിടെ നടന്നിട്ടില്ല. 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്ത് അമേരിക്കയിലേക്ക് പോയപ്പോൾ രാജ്നാഥ് സിംഗിനെ അങ്ങനെ ഒരു ചുമതല കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ പോലും പിന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്ക് പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാനുള്ള റൈറ്റ് ഇല്ല. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ധ്യാനത്തിലിരിക്കേണ്ട ഒരു സമയമാണോ ഇത്? ഇപ്പം നമ്മൾ വാർത്ത വായിച്ചല്ലോ, ഉത്തരേന്ത്യയിൽ ശക്തമായ ഉഷ്ണതരംഗം നടക്കുക. 60 ആളുകളാണ് ഡൽഹിയിൽ മരിച്ചിരിക്കുന്നത്. ബീഹാറിൽ മരിച്ചിരിക്കുന്നത് 18 പേരാണ്. ഏതാണ്ട് 100 അടുപ്പിച്ച് മരണം രാജ്യത്തിൻ്റെ വടക്കേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഡൽഹിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ എന്താ നമ്മൾ കണ്ടത്? വാട്ടർ ടാങ്കുകൾ ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. വെള്ളത്തിനായിട്ട് ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. പലരും വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്ക് ചാടിക്കേറിയ കുറച്ചെങ്കിലും വെള്ളം എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇത്ര വലിയൊരു പ്രകൃതിക്ഷോഭം എന്ന് പറയാവുന്ന ഒരു സംഭവം നടക്കുകയും അതിൻ്റെ ഭാഗമായി ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയിട്ട് ധ്യാനത്തിലിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പ്രധാനമന്ത്രി എന്നല്ല, ആർക്കും ധ്യാനിക്കാനും അങ്ങനെ തങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങൾക്ക് അയവ് വരുത്തുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി ഈ ധ്യാനത്തിലിരിക്കുന്നത് വലിയൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. അത് ഒന്ന്, നരേന്ദ്രമോദിയെ സ്വയം ദൈവമായി അവരോധിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിപാടി. 2, ഇനി വരുന്ന ദിവസങ്ങളിൽ RSSുമായി നല്ല ബന്ധം ആവശ്യമുണ്ട്. അതുകൊണ്ട് ആ RSSുമായി ഒരു കണക്ട് ഉണ്ടാക്കുക. 3, 57 സീറ്റുകളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ, ഇത് നമ്മുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണമായിട്ടുണ്ടോ എന്നാണല്ലോ. ഞാൻ നിശ്ചയമായും പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഇടപെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ആ ഇലക്ഷൻ കമ്മീഷനിൽ നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ രാജ്യത്തെ മാധ്യമങ്ങളെല്ലാം ഈ ചിത്രങ്ങൾ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അതിശക്തമായി ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് അവസാന ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ബംഗാളിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആഗ്രഹിക്കുന്നു നരേന്ദ്രമോദി. അപ്പോൾ ഇതൊരു വലിയ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയ ഒരു കാര്യമാണ്. ഇതൊട്ടും തന്നെ നിഷ്കളങ്കമല്ല. നമ്മൾ പ്രധാനമന്ത്രി ധ്യാനത്തിലിരുന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് നിഷ്കളങ്കരായി ഇരിക്കരുത്. ഇതൊരു വലിയ പദ്ധതിയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. ധ്യാനം പ്രചാരണമായോ എന്നതാണ് ചോദ്യം. ഇടവേളയ്ക്ക് ശേഷം ബാക്ക് മീഡിയ എഡിറ്റേഴ്സ് തുടരുന്നു. ധ്യാനം പ്രചാരണമായോ എന്നാണ് ചോദ്യം. ധ്യാനം പ്രചാരണമായി എന്നാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ 3 കാര്യങ്ങൾ. 1, അത് യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ധ്യാനമാണെന്ന് വിശ്വസിക്കുക വയ്യ. പക്ഷേ അത് ആത്മീയ ധ്യാനമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനോ ഇവിടുത്തെ മാധ്യമങ്ങളോ നിരീക്ഷകരോ അല്ല. അത് അനുഭവിക്കുന്ന നരേന്ദ്രമോദി തന്നെയാണ്. പക്ഷേ ചിലത് കണ്ടിട്ടുണ്ട്. ആ കണ്ടതെല്ലാം കൗതുകകരമായ കാഴ്ചകളാണ്. അതിലൊന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 5ഓളം ക്യാമറകൾ, 9ഓളം വ്യത്യസ്ത ക്യാമറ ആംഗിളുകൾ, ഓരോ സ്ഥലത്തു നിന്നും പ്രത്യേക ദിശയിൽ പ്രത്യേകമായി ലൈറ്റിംഗ് ചെയ്തെടുത്ത് കൃത്യമായി നേരത്തെ ചിത്രീകരണത്തിന് സജ്ജീകരിച്ചിരിക്കുന്നത് പോലെയുള്ള ക്യാമറ ക്രമീകരണങ്ങൾ. ഇന്ന് പുലർച്ചെ റിപ്പോർട്ടറിൻ്റെ ക്യാമറ കണ്ണുകളിൽ തന്നെ പതിഞ്ഞ 25ഓളം ക്യാമറാമാൻമാർ അടക്കം നരേന്ദ്രമോദിയുടെ സൂര്യനെ കണ്ടുകൊണ്ടുള്ള ഈ വിവേകാനന്ദ പാറയുടെ ചുറ്റും നടന്നുകൊണ്ടുള്ള പ്രദക്ഷിണത്തെ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്തും മുൻപിലും പിന്നിലും ക്യാമറാമാൻമാർ ഡയറക്റ്റ് ചെയ്യുന്നതനുസരിച്ച് ക്യാമറയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ. ഇതെല്ലാം തന്നെ ഇതൊരു വ്യത്യസ്തമായ ധ്യാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വ്യത്യസ്തമായ ധ്യാനം എന്നതിനുമപ്പുറം ഏറ്റവും ചിലവേറിയ ധ്യാനം കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ 45 ദിവസത്തെ ഈ ഏകാന്ത ധ്യാനത്തിനു വേണ്ടി നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി എത്തുമ്പോൾ
ആ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ആ ധ്യാനം ഇവിടെ വെച്ച് വേണമോ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ച് വേണമോ എന്ന് തിരഞ്ഞെടുക്കാനുള്ളൊരു ഓപ്ഷൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഏകദേശം 2000-ഓളം പോലീസുകാരെ, 10-ലധികം കമ്മീഷണർമാരെ, 4-ലധികം കോസ്റ്റ് ഗാർഡിൻ്റെ സുരക്ഷാ ബോട്ടുകളെ, 6-ലധികം നേവൽ ബോട്ടുകളെ, ഒപ്പം അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റു ക്രമീകരണങ്ങളെ, ഇതിനോടൊപ്പമുള്ള ക്യാമറ ക്രൂവുകളെയും ഒക്കെ സജ്ജീകരിച്ചാണ് ഈ ധ്യാനം നടക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 1892 വിവേകാനന്ദൻ ഈ പാറയിലേക്ക് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വലിയ ചെലവൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ആ പാറയിലേക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു വലിയ ചർച്ചയെ തുടരുന്നുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ സ്വാമി രാമകൃഷ്ണാനന്ദ സ്വാമിക്ക് എഴുതിയിരിക്കുന്ന കത്തിൽ പറയുന്നത് അവിടെ ഒരു പാറയുണ്ട്, ആ പാറയിൽ നിന്നുകൊണ്ട് കന്യാകുമാരി ദേവിയെക്കുറിച്ചാണ് അദ്ദേഹം എഴുതുന്നത്. പക്ഷേ ആ പാറയിൽ പോയി ഇരുന്നു, ഞാനവിടെ ധ്യാനിച്ചു എന്നൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല. അത് പക്ഷേ 1970-കൾക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് നേരത്തെ സൂചിപ്പിച്ച ഈ RSS ഐഡിയോളോഗായിരുന്ന ഗോൾവാൾക്കറിൻ്റെ നിർദ്ദേശപ്രകാരം റാനഡെ, അവിടെ രാമകൃഷ്ണ റാനഡെ എന്ന ഏക്നാഥ് രാമകൃഷ്ണ റാനഡെ എന്ന RSSൻ്റെ പ്രചാരകൻ ഈ വിവേകാനന്ദ മെമ്മോറിയൽ റോക്ക് മെമ്മോറിയലിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ട് വരുന്നതും, ഡൽഹിയിൽ അതിന് മറ്റൊരു ഓഫീസ് ഉണ്ടായിരുന്നു. LK അദ്വാനി ആയിരുന്നു ഡൽഹിയിൽ അന്നത്തെ ഓഫീസിൻ്റെ സെക്രട്ടറി. ഇന്നും വിവേകാനന്ദ എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റി ആയിട്ട് പ്രവർത്തിക്കുന്നത് അജിത് ഡോവലാണ്. അങ്ങനെ ഒരു ബന്ധം കൂടി ഇതുമായിട്ട് ബന്ധപ്പെടുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. അന്ന് ഇന്ദിരാഗാന്ധിയാണ് ഒരുപാട് സമ്മർദ്ദം. ഇന്ദിരാഗാന്ധി അനുമതി കൊടുക്കുന്നു. വി വി ഗിരിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് 1970. അതിനുശേഷം ഇങ്ങോട്ടാണ് വലിയ രീതിയിൽ വിവേകാനന്ദ പാറയ്ക്ക് ശ്രദ്ധ ആകർഷിക്കുകയും വിവേകാനന്ദ പാറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് മുമ്പ് നരേന്ദ്രമോദി 1991 ഡിസംബർ മാസത്തിൽ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. മുരളി മനോഹർ ജോഷിക്കൊപ്പം അന്നത്തെ ഏക്നാഥ് യാത്ര വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത വിഷയങ്ങളാണ്. അപ്പോൾ ഈ ധ്യാനം ഏറ്റവും ചെലവേറിയതുമാണ്, ഏറ്റവും കൗതുകമുള്ളൊരു ധ്യാനവുമാണ് എന്നതാണ് എൻ്റെ ആദ്യത്തെ കാര്യം. അതെന്തുകൊണ്ടാണ് വിവേകാനന്ദ പാറയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതിനു മുൻപ് ഞാൻ അല്പസമയം മുമ്പ് നരേന്ദ്രമോദിയുടെ എക്സ് ട്വീറ്റ് ഒന്ന് നോക്കുകയായിരുന്നു. ഇന്ന് 5 മണിക്കും 6 മണിക്കും ഈ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കുന്ന നരേന്ദ്രമോദിയുടെ പേഴ്സണൽ എക്സ് ട്വീറ്റിൽ നിന്ന് 2 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിലൊന്ന് റാമൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് വന്നിരിക്കുന്നത് വൈകുന്നേരം 5:30 തോന്നുന്നു. അൺഫോർച്ചുനേറ്റ്ലി ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ വിതച്ചിരിക്കുന്ന റമാൽ ചുഴലിക്കാറ്റിനെ കുറിച്ച് അതിൽ ദുഃഖിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് മുമ്പ് അല്പസമയം മുമ്പ് മറ്റൊരു പോസ്റ്റും നരേന്ദ്രമോദിയുടെ പേഴ്സണൽ വെരിഫൈഡ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതിൽ ഒന്നും അസ്വാഭാവിക നരേന്ദ്രമോദിയുടെ പേഴ്സണൽ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് നരേന്ദ്രമോദി ആവണമെന്നില്ല. അദ്ദേഹത്തിന് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അത് കൊടുത്തിട്ടുണ്ടാവാം. അപ്പോൾ ഒരേ സമയം ധ്യാനത്തിലിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ട്വീറ്റിങ്ങിലൂടെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു അസാധാരണമായ സ്ഥിതിവിശേഷം കൂടി ഉണ്ട് എന്ന് പറയാൻ കൂടിയാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂക്ലിയർ കമാൻഡൻ്റ് ആയിരിക്കുന്ന പ്രധാനമന്ത്രി ഇത്തരം ഒരു സന്ദർശനത്തിന് പോകുമ്പോൾ സ്വാഭാവികമായും ആരാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആ ചുമതലകൾ നിർവഹിക്കേണ്ടത് എന്നൊരു വലിയ ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നു. പ്രൈം മിനിസ്റ്റർ ഓഫീസുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് അദ്ദേഹം ഇൻകപ്പാസിറ്റേറ്റ് അല്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നഷ്ടപ്പെട്ടിട്ടില്ല, അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, എപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിൽ നിന്ന് ഉണരാൻ കഴിയുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ പോയിന്റ് അവിടെയാണ്. എപ്പോൾ വേണമെങ്കിലും ധ്യാനത്തിൽ നിന്നുണരാൻ കഴിയുന്ന ഒരു ഏകാന്ത ധ്യാനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി പണ്ട് ബന്ധപ്പെട്ടിരുന്ന ചില എക്സ്പേർട്സുകൾ പറയുന്നുണ്ട്. അതിനകത്തൊരു ടേക്കുണ്ട്. ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഈ സൂര്യോദയം ആസ്വദിക്കാനായി എത്തുന്ന പ്രധാനമന്ത്രി, ബൈനോക്കുലർ വെച്ച് കടൽ കാഴ്ചകൾ കാണുന്ന പ്രധാനമന്ത്രി, ഇതൊക്കെ നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ആ ധ്യാനം ആത്മീയമായ ധ്യാനമാണോ എന്നൊരു വലിയ ചോദ്യം പൊതുവായി നിരീക്ഷകരുടെ മുന്നിൽ വയ്ക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറമാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസനും വിവേകാനന്ദനും ബംഗാളുമായിട്ടുണ്ടാവുന്ന അഭേദ്യമായ ബന്ധം എന്ന് പറയുന്നത് ബംഗാളിൻ്റെ ജനതയുടെ ഒരു വികാരം കൂടിയാണ്. പ്രസിഡൻസി കോളേജിൽ പക്ഷേ നരേന്ദ്രമോദിയും നരേന്ദ്രനാഥ് ദത്തനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പ്രസിഡൻസി കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ 1ാം റാങ്കിൽ ഫസ്റ്റ് ഡിവിഷനിൽ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായിട്ടാണ് നരേന്ദ്രനാഥ് ദത്തൻ പോകുന്നത്. പഠിച്ചിറങ്ങിയപ്പോൾ കയ്യിൽ സ്വന്തമായിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് ഫൈൻ ആർട്സിൻ്റേതായിരുന്നു. അവിടെ നിന്ന് മികച്ച നിലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചൊക്കെ വരുന്നത്. അവിടെ കൽക്കട്ടയുടെ ഒരു വികാരത്തിൽ നരേന്ദ്രനാഥ് ദത്തനും അഥവാ വിവേകാനന്ദ സ്വാമിയും രാമകൃഷ്ണ പരമഹംസനും വളരെ പ്രധാനപ്പെട്ട ഫിഗറുകളാണ്. അവിടെയാണ് 9 മണ്ഡലങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അവസാന വട്ടം ഈ 9
മണ്ഡലങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണത്തിലൂടെ സ്വന്തമാക്കാൻ കഴിയുമോ എന്നുള്ളൊരു പ്രചരണ തന്ത്രമാണ്. യഥാർത്ഥത്തിൽ ഈ പ്രചരണ തന്ത്രത്തിന് പറയുന്ന പേര് പ്ലെയിൻ ഫോക്സ് എന്നാണ്, അഥവാ തുല്യത നടിക്കൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ പോകുന്ന ഹിന്ദു വിഭാഗത്തിലുള്ള ആളുകളെ മുഴുവൻ ഇതാ ഞാൻ നിങ്ങളുടെ ഹിന്ദുമത വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച സനാതനധർമ്മ വിശ്വാസിയാണ് എന്നത് പറയാനുള്ള ഏറ്റവും നല്ല ദൃശ്യഭാഷയാണ് ഇപ്പോൾ വിവേകാനന്ദ പാറയിൽ നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്ന ധ്യാനം. അഥവാ പ്ലെയിൻ ഫോക്സ് തുല്യത നടിക്കൽ എന്ന പ്രചരണ തന്ത്രമാണ് ഈ ധ്യാനത്തിലൂടെ നരേന്ദ്രമോദി ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്, സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നത്. അത് കേവലം കൽക്കട്ടയിലെ 9 സീറ്റുകൾ മാത്രമല്ല, പകരം അദ്ദേഹം തന്നെ മത്സരിക്കുന്ന വാരണാസിയിലെ 4.7 ലക്ഷം എന്ന കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള അവസാനത്തെ അടവായും ചിലർ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം അവിടെ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് അജയ് റോയിയാണ്. SP-യുടെ പിന്തുണ എവിടെയുണ്ട്? കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെ 5 ലക്ഷത്തിനും മുകളിലേക്ക്, 6-7 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ടുകൾ കൊണ്ടുവരാൻ ഹിന്ദു വോട്ടുകളുടെ വലിയ ഏകീകരണം വാരണാസി മണ്ഡലത്തിലും വേണ്ടതുണ്ട്. 57 മണ്ഡലങ്ങളിൽ 37 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ NDAക്കൊപ്പം നിന്നത്. താരതമ്യേന സ്ട്രൈക്ക് റേറ്റ് കുറവായൊരു ഘട്ടമാണ് 7ാം ഘട്ടം എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഈ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്പോൾ തന്നെ 30-35 സീറ്റുകൾക്ക് പിന്നിൽ നിൽക്കുന്ന BJPക്ക് വരുന്ന നാളെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ആ നിർണായകമാകുന്ന തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപിലാണ് ഈ പറയുന്ന ധ്യാനത്തിലൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രചരണമുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇന്ത്യൻ റെപ്രസെന്റേഷൻ ആക്ടിന്റെ 1981 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 126 സെക്ഷൻ അനുസരിച്ച് 48 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പോളിംഗ് നടക്കുന്ന സ്ഥലത്ത് വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളൊന്നും പാടില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളുടെ ഇലക്ട്രോണിക് മീഡിയ വന്നതിനു ശേഷം അതിന് കൃത്യമായ നിർവചനം നൽകുക അസാധ്യമായി വന്നു. അതുകൊണ്ടാണ് നമുക്കറിയാവുന്നതുപോലെ 2017 ഗുജറാത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് സമാനമായ രീതിയിൽ ഒരു നോട്ടീസ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുകയും പിന്നീട് അത് പിൻവലിക്കുകയും ചെയ്യേണ്ടി വന്നു. അത് തന്നെയാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ധ്യാനമിരിക്കാനുള്ള അവകാശത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപ്രകാരം തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് പ്രൈം മിനിസ്റ്റർ ഓഫീസിനോട് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നരേന്ദ്രമോദിയും BJPയും ഈ പറയുന്ന ചിത്രങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ട്. വിവിധ സാമൂഹിക മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് BJPയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഇന്നത്തെ 28 മിനിറ്റുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 28 സെക്കൻഡ് ദൈർഘ്യമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായി, നമ്മളുടെ അടക്കമുള്ള മുഖ്യധാര മാധ്യമങ്ങളിലും സജീവമായി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പ്രചരിക്കുമ്പോൾ സ്വാഭാവികമായും അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു സാധ്യതയുണ്ടാവും. അത് ഈ ജനപ്രാതിനിധ്യ നിയമം 126 സെക്ഷൻ 120 ജനപ്രാതിനിധ്യ നിയമം 1951 126 സെക്ഷൻ പ്രകാരം ഒരു ലംഘനമാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും. നിർഭാഗ്യവശാൽ ശുക്ലാവസ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളൊന്നും തന്നെ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണോ നമ്മുടെ കമ്മീഷൻ എന്നത് സംശയമുണ്ട്. അഥവാ അതിന് കഴിയാത്ത വിധം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നുവെന്ന പ്രതിപക്ഷാരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പ്രചരണ തന്ത്രമാണ്, ഒരു പ്രചരണ വേല കൂടിയാണ്. അതിൻ്റെ പേര് പ്ലെയിൻ ഫോക്സ് എന്നാണ്, അഥവാ തുല്യത തളിക്കലാണ്. അതുവഴി ഉദ്ദേശിക്കുന്നത് അവസാന നിമിഷമെങ്കിലും ഹിന്ദു വോട്ടുകളുടെ ഏകീകരണമാണ്. അതിനുവേണ്ടിയാണ് ഈ ധ്യാനം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന നിരീക്ഷണം. ഞാനതിൽ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു. ധ്യാനം പ്രചരണമാണ്. MV നികേഷ് കുമാർ. നോക്കൂ, പ്രാണപ്രതിഷ്ഠ സമയത്ത് നരേന്ദ്രമോദി ആ ദിവസം കാഷായ വസ്ത്രമിട്ട് ഗർഭഗൃഹത്തിൽ പോയി പ്രാണപ്രതിഷ്ഠ നടത്തുക മാത്രമായിരുന്നില്ല ചെയ്തിരുന്നത്. അദ്ദേഹം അതിൻ്റെ മുന്നിലുള്ള ദിവസങ്ങൾ മുഴുവൻ ചെയ്തിരുന്നത് ഈ രാജ്യത്തിലെ മുഴുവൻ ശ്രീരാമക്ഷേത്രത്തിലും കറങ്ങിടക്കുകയായിരുന്നു അല്ലേ. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്താണ് എല്ലാ പ്രധാനപ്പെട്ട ഫയലുകളും വരിക. പ്രത്യേകിച്ച് 2014 ശേഷം മന്ത്രിമാർക്കൊന്നും യാതൊരു അവകാശങ്ങളോ അധികാരങ്ങളോ ഇല്ലാതായി പ്രധാനമന്ത്രിയിൽ കേന്ദ്രീകൃതമായി, ആഭ്യന്തരമന്ത്രിയിൽ കേന്ദ്രീകൃതമായി ഒരു രാജ്യം പോകുമ്പോൾ സുപ്രധാനങ്ങളായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടി വരുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ്. മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും അധികാരമുള്ളതായി എൻ്റെ അറിവിലില്ല, അങ്ങനെ കണ്ടിട്ടുമില്ല. നോക്കൂ, അവിടെയാണ് ഒരു പ്രധാനമന്ത്രി പ്രാണപ്രതിഷ്ഠാ സമയത്ത് രാജ്യം മുഴുവൻ ക്ഷേത്ര ദർശനം നടക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിയുമ്പോഴേക്കും അദ്ദേഹം ധ്യാനത്തിൽ അമരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ എങ്ങനെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്? ഈ രാജ്യത്തെ എങ്ങനെയൊക്കെ മുസ്ലിം എന്നും ഹിന്ദു എന്നും ധ്രുവീകരിക്കാം, എങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കാം, ഈ പ്രവർത്തനത്തിലായിരുന്നല്ലോ നരേന്ദ്രമോദി. അപ്പോൾ ഒരു
പ്രധാനമന്ത്രി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഒരു ക്ലാസ് ഇവിടെ അല്ല കൊടുക്കേണ്ടത്. ഒരു പ്രധാനമന്ത്രി വരും 4-ാം തീയതിക്ക് ശേഷം എന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പ്രധാനമന്ത്രി പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ക്ലാസ് കൊടുക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് ഉണ്ണി ബാലകൃഷ്ണനോടും ഡോക്ടർ അരുണിനോടും പറയാനുള്ളത്. നമുക്ക് 40 ക്യാമറ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 40 ക്യാമറയാണ് പ്രാണപ്രതിഷ്ഠാ സമയത്ത് 4K ക്വാളിറ്റിയിൽ നമ്മളിട്ടത്. ഇപ്പോൾ എത്ര, 5 ക്യാമറയോ 4 ക്യാമറയോ അതിനകത്ത് അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഇന്നിപ്പോൾ പലരും ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 20 സെക്കൻഡിൽ വ്യത്യസ്തമായ ക്യാമറ ഫ്രെയിമുകളാണ്. എന്നുവെച്ചാൽ വളരെ കുറച്ച് സമയമാണ് അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്നത്. ആ കുറച്ച് സമയം എടുത്തിട്ട് പരമാവധി ക്യാമറകളിലൂടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളുകളിൽ പ്രധാനമന്ത്രിയെ നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 80 അഭിമുഖങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യത്യസ്തമായ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അച്ചടി ദൃശ്യമാധ്യമം. 10 വർഷം ഒരു മാധ്യമത്തോടും സംസാരിക്കാൻ തയ്യാറാകാതിരുന്ന നരേന്ദ്രമോദി ഈ 10 വർഷം കൊണ്ട് തൻ്റെ കോർപ്പറേറ്റ് ചങ്ങായിമാരെ വിളിച്ചുകൂട്ടി അവരെ കൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ അദ്ദേഹം 10ാം വർഷം തെരഞ്ഞെടുപ്പിന് പോകുമ്പോൾ 80 അഭിമുഖങ്ങളാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു വാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ. ഈ ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു. ഒരു പ്രധാനമന്ത്രി ആദ്യമായി അഭിമുഖം തരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ടെലിവിഷൻ ചാനലുകളും, പ്രത്യേകിച്ച് ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നിയന്ത്രിക്കുന്ന ടെലിവിഷൻ മാധ്യമങ്ങൾ ആ അഭിമുഖത്തിന് വേണ്ടി കടിപിടി കൂടും. ആ അഭിമുഖങ്ങൾ എടുക്കുന്നതിലൂടെ ഈ എയർ ടൈം മുഴുവനായിട്ട്, മീഡിയ ടൈം മുഴുവനായിട്ട് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ വരുമ്പോൾ, ഞാനതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഉദ്ഘാടനമാണ് എങ്കിൽ സമാപനമാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദ പാറയിലെ ഈ പറയുന്ന ധ്യാനം എന്നുള്ളത്. വിവേകാനന്ദൻ ഇന്ന് ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ അദ്ദേഹം ഞെട്ടിയേനെ. കാരണം അദ്ദേഹം പോയി ധ്യാനത്തിലിരുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തുന്ന, ഈ തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ ചിത്രീകരിക്കുന്ന ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. നോക്കൂ, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഘട്ടത്തിൽ ധ്യാനത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ധ്യാനത്തിൽ ഏതെങ്കിലും തരത്തിൽ പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ മാത്രമുള്ള ഒരു കഴിവുള്ള ആളായിട്ടൊന്നും ഞാൻ നരേന്ദ്രമോദിയെ കാണുന്നില്ല. എങ്കിൽ പോലും സ്വാഭാവികമായും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളവും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളവും വലിയ ആശങ്ക ഉള്ള ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. എന്താ നാളെ നടക്കാൻ പോകുന്നത്? നാളെ നടക്കാൻ പോകുന്നത് വളരെ കുറച്ച് 57 ഇടങ്ങളിൽ മാത്രമാണ്. അവിടെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗാളിലെ 9 സീറ്റുകൾ വളരെ പ്രധാനപ്പെട്ട 24 പർഗനാസും കൊൽക്കത്തയാണ്. ഈ പറയുന്ന 9 സീറ്റുകളിലും 2019 അമ്പേ തോറ്റിട്ടുള്ള പാർട്ടിയാണ് BJP. മാത്രമല്ല, ഒരു 1.5 ലക്ഷത്തിൽ കുറഞ്ഞ ഭൂരിപക്ഷം എവിടെയും ഇല്ലതാനും. അപ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യസ്തമായ ഒരു റിസൾട്ടൊന്നുമില്ല. പക്ഷേ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമോ? കൊൽക്കത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ശ്യാമപ്രസാദ് മുഖർജിയുടെ ഒക്കെ തട്ടകം എന്നുള്ള നിലയിൽ കൊൽക്കത്ത പിടിച്ചെടുക്കുക എന്നുള്ളത് BJPയുടെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗ്രഹമായിരിക്കും, ഒരു ലക്ഷ്യമായിരിക്കും. ബംഗാളിന്, പിന്നെ അതുപോലെ തന്നെ ഉത്തർപ്രദേശും അതേപോലെ തന്നെ 13 മണ്ഡലങ്ങളുണ്ട്. ആ 13 മണ്ഡലങ്ങളിൽ വാരണസി ഉൾപ്പെടുത്തിയിരിക്കുന്നു. വാരണസി എപ്പോഴും ആത്മീയമായ കേന്ദ്രം എന്നാണല്ലോ അറിയപ്പെടുന്നത്. അങ്ങനെ ആത്മീയമായ കേന്ദ്രത്തിൽ മത്സരിക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്ന് കാഷായ വസ്ത്രം ഇട്ടിട്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വളരെ പ്രധാനപ്പെട്ടതാണ്. അരുൺ, നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് വാരണസിയിൽ ജയിക്കുമെന്ന് ഉറപ്പല്ലേ, പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പോയി ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നാടകമൊക്കെ ഉണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കണോ എന്ന് ചോദ്യമാണെങ്കിൽ, വാരണസിയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2014 ഭൂരിപക്ഷത്തെക്കാൾ 2019 ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. 2019 വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഈ രാഷ്ട്രീയ വേഷമിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നോക്കൂ, ഇവിടെ കാര്യങ്ങൾ പക്ഷേ നരേന്ദ്രമോദിക്കും BJPക്കും എതിരാണ് എന്ന് ആവർത്തിച്ച് പറയാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. നോക്കൂ, ഈ ഇനി വരാനിരിക്കുന്ന 57 ലോക്സഭാ മണ്ഡലങ്ങൾ അടക്കം നിർണായകമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി, ഇന്നിപ്പോൾ വേറൊരു സംഭവം ലോകത്ത് നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ദക്ഷിണാഫ്രിക്കയെ വംശീയ വിദ്വേഷത്തിൽ നിന്ന് നീക്കിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അത് വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. ആ പാർട്ടി തന്നെ ഏതാണ്ട് ഇല്ലാതാവുകയാണ്. ഏതാണ്ട് സമാനമായ വിധത്തിലായിരുന്നു 2014 കോൺഗ്രസ് പാർട്ടിയെ രാജ്യം കണ്ടിരുന്നത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ്, കോൺഗ്രസിൻ്റെ കാലം അവസാനിച്ചു, കോൺഗ്രസ് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയിരുന്നു, കോൺഗ്രസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. പക്ഷേ പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റിപ്പോർട്ടുകൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്നുള്ളതാണ്. പ്രധാനമായിട്ട് ഇപ്പോൾ കോൺഗ്രസ് പലതരത്തിൽ തിരിച്ചു വരുന്നുണ്ട്.
പലയിടങ്ങളിലും കോൺഗ്രസിന് വേര് പിടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിനപ്പുറത്തേക്ക് മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, ബീഹാറിലായിക്കൊള്ളട്ടെ, ജാർഖണ്ഡിലായിക്കൊള്ളട്ടെ, ദില്ലിയിലായിക്കൊള്ളട്ടെ, ഈ ഇത്തരം സംസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിലായിക്കൊള്ളട്ടെ, ഇത്തരം സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് സഖ്യങ്ങളിലൂടെയാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള സഖ്യമല്ല കേട്ടോ. മുൻകാലങ്ങളിലുള്ള സഖ്യം എന്ന് പറയുന്നത് പരസ്പരം വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസ് വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. കോൺഗ്രസുമായി സഖ്യം ചെയ്തവരും അതേ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഇപ്പോൾ RJDക്ക് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടില്ല, ബംഗാളിൽ ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ വോട്ട് കിട്ടില്ല. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി. ഇത്തവണ കോൺഗ്രസിൻ്റെ വോട്ടുകൾ മറ്റ് ഘടകകക്ഷി പാർട്ടികൾക്ക് കിട്ടുന്നു, മറ്റ് ഘടകകക്ഷി പാർട്ടികളുടെ വോട്ട് കോൺഗ്രസിന് കിട്ടുന്നു എന്നുള്ള നിലയുണ്ട്. അപ്പോൾ ഈ തവണത്തെ സഖ്യകക്ഷി കോൺഗ്രസിൻ്റെ സഖ്യ പാർട്ടികൾ ഈ കാലഘട്ടത്തിലെ ഈ പറയുന്ന ഇന്ത്യ ബ്ലോക്ക് അത് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളതൊന്ന്. രണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് 5% മുതൽ 10% വരെ വോട്ടുകൾ കോൺഗ്രസിന് കൂടാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. നോക്കൂ, 5% മുതൽ 10% വരെയുള്ള വോട്ടുകൾ ഉയരുകയാണ് എങ്കിൽ, 5% ആണെങ്കിൽ കോൺഗ്രസ് ഇന്ന് 52 ആണെങ്കിൽ 80-നും 90-നും ഇടയിൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 10% വോട്ടുകളാണ് എങ്കിൽ 100 സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ 52-ൽ നിന്ന് 152-ലേക്ക് പോകും. 5% ആണെങ്കിൽ 80-നും 90-നും ഇടയിൽ പോകും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. 1984 49.1% വോട്ട് കിട്ടിയ കോൺഗ്രസിന് 404 സീറ്റുകൾ കിട്ടി. അന്ന് 7.74% വോട്ട് മാത്രമുണ്ടായിരുന്ന BJPക്ക് 2 സീറ്റുകൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. 89 കോൺഗ്രസ് തകർന്നു. കോൺഗ്രസ് 49%-ൽ നിന്ന് 9% വോട്ട് കുറച്ച് ഏതാണ്ട് 39%-ലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിൻ്റെ സീറ്റുകൾ 207 സീറ്റുകളായി കുറഞ്ഞു. BJPക്ക് 7.74%-ൽ നിന്ന് 11.36%-ലേക്ക്, അതായത് വെറും ഒരു 4% വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോൾ 2 സീറ്റിൽ നിന്ന് 83 സീറ്റിലേക്ക് വർദ്ധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് 4% സീറ്റിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 80-ലധികം സീറ്റുകൾ നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ 5% വോട്ട് മുതൽ 10% വരെ വോട്ടുകൾ കോൺഗ്രസിന് സ്വിങ് ചെയ്യാൻ സാധിക്കുകയാണ് എങ്കിൽ നരേന്ദ്രമോദിയും BJPയും പ്രതീക്ഷിക്കുന്ന ഈ പറയുന്ന 272 ഉണ്ടല്ലോ, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷ ഏതായാലും 272 ആണല്ലോ, 272-ൽ താഴെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തേതും ഏറ്റവും അപകടകരമായ, NDAയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ കാര്യം, ഇപ്രാവശ്യത്തെ സഖ്യം അരുൺ, സുജിയ, എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ വോട്ടുകളൊന്നും ഭിന്നിച്ചു പോകില്ല. മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഒരു മോശം ലെഗസിയാണ് എപ്പോഴും. ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസിനെ ഉയർത്തിക്കാണിക്കാൻ കഴിയും. ഇപ്പോൾ RJD കോൺഗ്രസിനൊരു സീറ്റ് കൊടുത്താൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നമാണല്ലോ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരിക. ആ കൈപ്പത്തി ചിഹ്നത്തിന് ആളുകൾ വോട്ട് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതുപോലെ SP-ക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ആം ആദ്മിയും കോൺഗ്രസും നന്നായി ഒരുമിച്ചിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തേജസ്വിയുടെ മുന്നേറ്റം ഉണ്ടായെങ്കിൽ പോലും അവിടെ യഥാർത്ഥത്തിൽ തേജസ്വിന് സീറ്റ് നഷ്ടപ്പെട്ടത് എവിടെയാണ്? RJDയുടെ സീറ്റുകളല്ല, കോൺഗ്രസ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയം ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് BJPയെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു ദിവസത്തെ ധ്യാനമൊന്നും പോരാ. ഇനി രാഷ്ട്രീയ വനവാസത്തിലേക്ക് നരേന്ദ്രമോദിക്ക് പോകേണ്ടി വരുന്ന രീതിയിൽ ചിലപ്പോൾ രാഷ്ട്രീയം മാറിയേക്കാം. ഓക്കെ, ഞാൻ സുജയയിലേക്ക് എത്താം. ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരുന്നു. സുജയ, 35 മണിക്കൂർ ധ്യാനം എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിൽ ധ്യാനം പ്രചാരണമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കുന്നത് മാധ്യമങ്ങൾ, മോദി വിരുദ്ധർ, അവരെല്ലാവരുമാണ്. അവരിങ്ങനെ മോദി 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 എന്നിങ്ങനെ നാമം ജപിക്കുന്നത് പോലെ, അതായത് നരേന്ദ്രമോദിയുടെ കയ്യിലുള്ള രുദ്രാക്ഷമാലയിൽ ഓരോ മണിയും എടുത്ത് നരേന്ദ്രമോദി ജപിക്കുന്നതിനേക്കാൾ കൂടുതൽ തവണ നരേന്ദ്രമോദി നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളാണ്. രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം. അപ്പോൾ ഒരു പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത. 1ാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണ വേള മുതൽ 7ാം ഘട്ട വോട്ടെടുപ്പിന്റെ കൊട്ടിക്കലാശം വരെയുള്ള സമയം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നരേന്ദ്രമോദിയെക്കുറിച്ച്, നരേന്ദ്രമോദിയുടെ ആക്ടിവിറ്റിയെക്കുറിച്ച്, നരേന്ദ്രമോദിയുടെ ഒരു സ്പീച്ച് പോലും ഇല്ലാതെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്നലെ കടന്നുപോയത്. ഇന്നതാ ഈ നിമിഷം വരെ ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും നമ്മൾ ചർച്ച ചെയ്തു ഇതേ വിഷയം. അങ്ങനെ പ്രചാരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ നരേന്ദ്രമോദി
നരേന്ദ്രമോദിയുടെ നിശബ്ദത, കാം ബിഫോർ ദ സ്റ്റോം ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ജൂൺ 4-ന് ശേഷമുള്ള ആ ഒരു വെടിക്കെട്ട് ബാറ്റിങ്ങിനായി തയ്യാറെടുക്കുകയാണ്. 125 ദിവസത്തെ ആദ്യത്തെ ആക്ഷൻ പ്ലാൻ ഇതിനകം തന്നെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. 9-ാം തീയതി സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നു കഴിഞ്ഞതാണ്. അങ്ങനെ രാജ്യം മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം. പിന്നെ എന്തുകൊണ്ട് വിവേകാനന്ദ സ്മൃതി മണ്ഡപം റോക്ക് മെമ്മോറിയലിലേക്ക് വരുന്നു, അവിടെ ധ്യാനം ഇരിക്കുന്നു എന്നൊക്കെയുള്ള ചോദ്യം ഇവിടെ ഉയർത്തിയല്ലോ. നരേന്ദ്രമോദിക്ക് വീടുണ്ട് എന്ന് വെച്ച് നരേന്ദ്രമോദി വീട്ടിലിരുന്ന് ധ്യാനിക്കണമെന്ന് പറയുന്ന ആളുകൾ, ഉല്ലാസത്തിനായി ചിലരൊക്കെ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ കേരളം വിട്ടുപോയല്ലോ, അതേക്കുറിച്ചൊന്നും പറയുന്നത് കണ്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും പോയപ്പോൾ ഞാൻ അന്നും എടുത്ത ടേക്ക് ഉല്ലസിക്കേണ്ടവർ ഉല്ലസിക്കാൻ പോകട്ടെ. അതുപോലെ തന്നെ ധ്യാനത്തിനാണ് നരേന്ദ്രമോദി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. ആ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തി. ഉല്ലസിക്കാൻ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉല്ലസിക്കാൻ പോകണമെന്നായിരിക്കാം കൂടുതൽ താല്പര്യം. അപ്പോൾ അദ്ദേഹം പോകട്ടെ, വിദേശ രാജ്യങ്ങളിൽ ഉല്ലസിക്കാൻ പോകട്ടെ. പക്ഷേ ഇന്ത്യയുടെ സ്വത്തം ഉൾക്കൊള്ളുന്ന, ഇന്ത്യ വികസിച്ച് ലോകത്തിന് മുന്നിൽ വികസിത ഭാരതമായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന നരേന്ദ്രമോദി സ്വാമി വിവേകാനന്ദൻ കണ്ട അതേ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനായി അതേ ഇടത്ത് വന്ന് ധ്യാനം ഇരിക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ചോയ്സാണ്. അതൊരു നാച്ചുറൽ ചോയ്സായി നരേന്ദ്രമോദി എടുക്കുമ്പോൾ അവിടെയല്ല നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ വീട്ടിലിരിക്കണം, ഇവിടെ നിങ്ങളോട് ധ്യാനം ഇരിക്കാൻ നിങ്ങൾക്ക് ആര് അനുമതി കൊടുത്തു എന്ന ചോദ്യം നമ്മൾ ഉന്നയിക്കേണ്ടതല്ല. അത് ആ വ്യക്തിയുടെ ചോയ്സാണ് എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ പോയിന്റായി പറയാനുള്ളത്. ഇന്നലെ സൂര്യാസ്തമയം കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും കഴിഞ്ഞിട്ട് 45 മണിക്കൂർ ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി കടക്കുകയാണ്. അപ്പോൾ മുതൽ ഈ ധ്യാനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു വല്ലാത്ത നിശബ്ദ പ്രചാരണ ചതിയായി പോയി എൻ്റെ നരേന്ദ്രമോദിയെ. കാരണം ഈ നിശബ്ദ പ്രചാരണ വേളയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദിയെ പറ്റിയാണ്. വാരാണസിയിലെ സ്ഥാനാർത്ഥിയായ നരേന്ദ്രമോദി, അദ്ദേഹം ക്യാമ്പയിൻ ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അറ്റൻഷൻ അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ സൂര്യനെ വണങ്ങുന്നത്, അവിടെ വലം വെച്ച് നടന്നത്, അതുവഴി പോയത്, എല്ലാം തൊട്ടതും തൊടാത്തതും എല്ലാം വിവാദമാക്കുകയാണ്. അങ്ങനെ വീണ്ടും വീണ്ടും നരേന്ദ്രമോദി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ രാവിലെ സൂര്യനെ വണങ്ങുന്നതും സൂര്യനെ നോക്കിക്കൊണ്ട് ജപിക്കുന്നതും ഈ സൂര്യ നമസ്കാരവും ഒന്നും അറിയാത്ത ആളുകളായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും ഈ ധ്യാനത്തിൽ പെടില്ല. ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരേയിടത്ത് ഒരേ രീതിയിൽ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്നത് മാത്രമാണ്. അതിന് ധ്യാനത്തിന് പല പല ഘട്ടങ്ങളുണ്ട്, പല രീതികളുണ്ട്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചോയ്സാണ്. അപ്പോൾ ഒരാൾ ജിമ്മിൽ പോകണോ അതോ യോഗ ചെയ്യണോ? ജിമ്മിൽ പോകാനായിരിക്കും ഡോക്ടർ അരുണിന് ഇഷ്ടം, എനിക്ക് യോഗയാണ് ഇഷ്ടം. അത് രണ്ടുപേരുടെയും നാച്ചുറൽ ചോയ്സാണ്. അല്ലാതെ ഡോക്ടർ അരുണിനോട് ജിമ്മിൽ പോകേണ്ട, ഡോക്ടർ അരുൺ രാവിലെ യോഗ മാറ്റ് എടുത്തിട്ട് എനിക്കൊപ്പം യോഗ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. അത് ഡോക്ടർ അരുണിന്റെ നാച്ചുറൽ ചോയ്സ് ആണ്. അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിക്ക് ധ്യാനിക്കാനാണ് താല്പര്യം. ആ ധ്യാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇനി ധ്യാനത്തിനെത്തിയ സമയമാണല്ലോ പ്രശ്നം. നിശബ്ദ പ്രചാരണ വേളയിലാണ്. ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം ധ്യാനത്തിലേക്ക് പോയാൽ പോരെ, അല്ലെങ്കിൽ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ട് ധ്യാനത്തിലേക്ക് പോയാൽ പോരെ? ഇവിടെ നികേഷ് സാർ ചോദിക്കുന്നത് കേട്ടു, നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസം, അങ്ങനെയല്ലേ സാർ ഉദ്ദേശിച്ചത്? രാഷ്ട്രീയ വനവാസമാണ് നല്ലത് ഈ വോട്ടെണ്ണിയതിന് ശേഷം. നരേന്ദ്രമോദി രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ അതോ പലതവണ റീലോഞ്ച് ചെയ്യപ്പെട്ട മറ്റൊരു കഥാപാത്രം അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ, അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ ജനങ്ങൾ അദ്ദേഹത്തോട് പറയുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് എന്നുള്ളതാണ് അക്കാര്യത്തിൽ എൻ്റെ മറുപടി. ഇനി മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യണമല്ലോ. നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ, നരേന്ദ്രമോദിയുടെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലെ പ്രസൻസിനെ വിമർശിക്കുന്ന കോൺഗ്രസ് ഇന്നെന്താ പറഞ്ഞത്? എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ഞങ്ങളില്ല. കാരണം എന്താണ്? മറ്റൊന്നുമല്ല, വെറും പേടി. അത്രമാത്രമേ ഉള്ളൂ. എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ഞങ്ങളില്ല, എക്സിറ്റ് പോൾ ചർച്ചകൾക്ക് ചാനൽ മുറികളിലേക്ക് ഞങ്ങളെ ക്ഷണിക്കേണ്ട എന്നാണ് പറയുന്നത്. അത് എത്ര ഇമ്മച്യൂർ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. എന്തുകൊണ്ടാണ് അതേക്കുറിച്ച് ചർച്ചയില്ലാത്തത്? കോൺഗ്രസ് എക്സിറ്റ് പോൾ ചർച്ചകളിൽ വരുന്നില്ല എന്നുള്ളത് ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നുണ്ടോ? അതൊന്നും കാര്യമില്ല. കോൺഗ്രസിനെ എഴുതി കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ നരേന്ദ്രമോദി അങ്ങനെയല്ല. നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുന്നത് വരെ ചർച്ചയാണ്. അതാണ് കോൺഗ്രസും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും തോൽവിയെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടാണോ കോൺഗ്രസ് ഇങ്ങനെ ഒളിച്ചോടുന്നത്, അതോ അടിയൊഴുക്കുകളെ കുറിച്ച് പൂർണ്ണമായും ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ കൗണ്ടിംഗ് കഴിയണം എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണോ എന്നുള്ളതൊക്കെ കോൺഗ്രസ് ആണ് പറയേണ്ടത്. ഇനി ബി ജെ പിയുടെ എക്സ് ഹാൻഡിൽ വന്ന വീഡിയോയെക്കുറിച്ച് ഇവിടെ വിശദമായി പറഞ്ഞല്ലോ. അപ്പോൾ ബി ജെ പിയുടെ എക്സ് ഹാൻഡിലിൽ രാവിലെ 10:19 അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ സൺറൈസ് സൂര്യ അർഘ്യ സ്പിരിച്വാലിറ്റി, ഇതാണ് ആ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്നത്. അതിനോടൊപ്പമുള്ള വീഡിയോയിൽ എന്താണ്? അതൊരു എഡിറ്റഡ് വീഡിയോയാണ്, കണ്ടാൽ തന്നെ മനസ്സിലാകുമല്ലോ. അപ്പോൾ അത് പല ആംഗിളിൽ ഷൂട്ട് ചെയ്തു. നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി പോകുന്നിടത്ത് ANI വാർത്താ ഏജൻസിയുടെയും വീഡിയോ ഞാൻ കണ്ടിരുന്നു. ബി ജെ പിയുടെ പേജിൽ മാത്രമല്ല, ANI എന്ന വാർത്താ ഏജൻസിയുടെ പേജിലും ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. നരേന്ദ്രമോദി ഒരിടത്ത് ധ്യാനിക്കാൻ പോകുമ്പോൾ ആ ദൃശ്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് നമ്മൾ അതിനു മുൻപ് തന്നെ പറഞ്ഞല്ലോ, പല ആംഗിളിൽ വരും. പക്ഷെ നിങ്ങൾ എണ്ണിയത്ര ക്യാമറകൾ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അതിൽ വിഷമിക്കേണ്ട. പിന്നെ എന്തായാലും ഇത് ഈ നമ്മൾ പറയുമല്ലോ സ്റ്റോം ഇൻ ദ ടീക്കപ്പ്, ഇതൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് അല്ലേ? രാഷ്ട്രീയ കൊടുങ്കാറ്റായി അവസാന ലാപ്പിൽ ആഞ്ഞടിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ധ്യാനം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിന്നെ ധ്യാനത്തിന്റെ വേളയിൽ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച 1951 ജനപ്രാതിനിധ്യ നിയമം സെക്ഷൻ 126 അതനുസരിച്ച് നിശബ്ദ പ്രചാരണ സമയത്തെ ലെവൽ പ്ലേയിങ് ഫീൽഡ്, ആ ലെവൽ പ്ലേയിങ്
പ്ലേയിങ് ഫീൽഡ് ഒരുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് പറയുന്നത്? ധ്യാനവേളയിൽ ഒരു തരത്തിലും ക്യാമ്പയിൻ നടത്തുന്നില്ല നരേന്ദ്രമോദി. ഇതിൽ നിയമവിദഗ്ധരടക്കം ഇതേക്കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. അവരടക്കം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ PMOയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ധ്യാനത്തെ പറ്റി ചോദിച്ചിരുന്നു. എങ്ങനെയാണ് ഈ ധ്യാനം, ഇതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ധ്യാനം വാർത്തയായപ്പോൾ തന്നെ. അപ്പോൾ PMO കൊടുത്ത മറുപടി ഒരിക്കലും ഒരു ചട്ടലംഘനമാകുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് നരേന്ദ്രമോദി പോകില്ല എന്നുള്ളതാണ്. അത് ഈ നിമിഷം വരെ നരേന്ദ്രമോദി പോയിട്ടില്ല. അദ്ദേഹം ഏതെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ BJPയുടെ താമര ചിഹ്നം ഉയർത്തിക്കാണിക്കൽ അതൊന്നും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല. അതായത് ഒരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം സാങ്കേതികമായി നരേന്ദ്രമോദി ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് പറയാവുന്ന, നിങ്ങൾ ആരോപിക്കുന്ന, ആട്രിബ്യൂട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം, നരേന്ദ്രമോദി കാഷായ വസ്ത്രധാരിയായി ഇരുന്ന് ധ്യാനിക്കുന്നത് അത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലാണ്. സ്വാമി വിവേകാനന്ദൻ കൊൽക്കത്തയിലെ വോട്ടുകളെ സ്വാധീനിക്കും, അവിടുത്തെ ജനവിധി BJPക്ക് അനുകൂലമാകും. അത് സ്വാമി വിവേകാനന്ദന്റെ സ്മരണയിലുള്ള ഈ റോക്ക് മെമ്മോറിയൽ വന്ന് നരേന്ദ്രമോദി ധ്യാനിച്ചാലും ധ്യാനിച്ചില്ലെങ്കിലും കൊൽക്കത്തയും സൗത്ത് 24 പർഗാനാസും ഒക്കെ ഇത്തവണ BJPക്ക് അനുകൂലമായേ ചിന്തിക്കൂ എന്നുള്ളതൊരു വസ്തുതയാണ്. അത് വോട്ടെണ്ണുമ്പോൾ കാണാം. സാറ് പുച്ഛിച്ചോളൂ, എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നമേ അല്ല. പിന്നെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പ്രധാനമന്ത്രി പറയുകയോ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ ഉയർത്തിക്കാട്ടുകയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാമ്പയിനായി ഇലക്ട്രോണിക് മീഡിയയോ എന്തിനെങ്കിലും ഉപയോഗിക്കുകയോ ചെയ്യുന്നതായി ഈ നിമിഷം വരെ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ചട്ടലംഘനം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമ്മളും ഒരു കുറ്റം ചെയ്യുന്നുണ്ടല്ലോ. ഈ പറയുന്നത് പോലെ നിശബ്ദ പ്രചാരണ വേളയിൽ പോയി നിശബ്ദമായി ധ്യാനം ഇരിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇലക്ട്രോണിക് മാധ്യമങ്ങളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മളത് പ്രചരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ധ്യാനം പ്രചരണമാക്കി മാറ്റിയിരിക്കുന്നത് നമ്മളടക്കമുള്ള മാധ്യമങ്ങളാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അവിടേക്ക് റിപ്പോർട്ടേഴ്സിനെ വിട്ടിട്ടുണ്ടല്ലോ, നമ്മളടക്കം. അവിടെ നിന്ന് നരേന്ദ്രമോദി ഇറങ്ങുന്നുണ്ടോ, നരേന്ദ്രമോദി നടക്കുന്നുണ്ടോ, നരേന്ദ്രമോദി സൂര്യനെ തൊഴുന്നുണ്ടോ, എല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തത്സമയ കവറേജാണ് ഒരുക്കുന്നത്. അങ്ങനെയാണ് അത് പ്രചരണമായി മാറിയിരിക്കുന്നത്. അവിടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ധ്യാനം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു മീഡിയ സിഗ്നൽസ് ഒന്നും സ്റ്റോപ്പ് ചെയ്യാൻ ഇൻ ദ ഏജ് ഓഫ് മീഡിയ ടുഡേ നമുക്ക് പറ്റില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നരേന്ദ്രമോദി അവിടെ പോയി ധ്യാനം ഇരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം ധ്യാനം ഇരിക്കുന്നത് അദ്ദേഹത്തിന് എനർജി, പോസിറ്റിവിറ്റി അത് റീഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ധ്യാനിച്ചാൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുമല്ലോ. പിന്നെ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായാലും ഇവിടെ ഏക്നാഥ് റാനഡയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 1963 പണി തുടങ്ങി 1970 VV ഗിരി വന്ന് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവിടെ ഒരു RSS കണക്ഷൻ ഉണ്ട്. അതൊക്കെ ഒബ്വിയസ് തന്നെയാണ്. ആ സ്ഥലം ചൂസ് ചെയ്തതിനും പിന്നിൽ ആ ഒരു കണക്ഷൻ തന്നെയുണ്ട്. ഉണ്ണിസാറിൽ നിന്നൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതായത് ഉണ്ണിസാറാണോ ഡോക്ടർ അരുണാണോ പറഞ്ഞതെന്നുള്ളത് ഞാൻ വിട്ടുപോയി. എന്തായാലും ഡോക്ടർ അരുണാണോ പറഞ്ഞത് എനിക്കൊരു സംശയം. അതായത് അതോ ഉണ്ണിസാറാണോ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. എന്തായാലും RSSനെ നരേന്ദ്രമോദിക്ക് വേണം, അങ്ങനെ പറഞ്ഞു ഉണ്ണിസാറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, കുറച്ചുനാൾ മുമ്പ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഇനി RSSന്റെ ആവശ്യമില്ല, RSSനെ അങ്ങ് മാറ്റി വെച്ചേക്ക്, അങ്ങനെയാണ് പറഞ്ഞത്. ഇത് രണ്ടും രണ്ട് രീതിയിലുള്ള നിലപാടായി പോയി സാർ. കാരണം അന്ന് വേണ്ടാന്ന് പറയുന്നു, ഇന്ന് പറയുന്നു നരേന്ദ്രമോദിക്ക് ഇനി RSSനെ വേണം, 7ാം ഘട്ടത്തിൽ വേണം. അതായത് 4ാം ഘട്ടത്തിലും 5ാം ഘട്ടത്തിലും വേണ്ട, RSSനെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചർച്ചയാക്കിയവർ ഇന്ന് പറയുന്നു ഏക്നാഥ് റാനഡെ പണി കഴിപ്പിച്ച സ്ഥലത്തേക്ക് വന്നത് RSSനെ വേണം, അതിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ടും രണ്ട് യുക്തിയായി പോയി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ സമയത്ത് എന്താണ് സംഭവിച്ചത്? നരേന്ദ്രമോദി അതിനു മുൻപ് പോയ ശ്രീരാമക്ഷേത്രങ്ങൾ അതൊക്കെ ആചാരവിധി പ്രകാരം അദ്ദേഹം ആ അനുഷ്ഠാനങ്ങളിലൂടെ പോയതിനു ശേഷമേ ഈ ചടങ്ങിൽ വരൂ എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആ രീതിയിലാണ് കേരളത്തിലെ തൃപ്രയാറും ശ്രീരാമ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അവിടെയും വന്നു. തെക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി. അവിടെയൊക്കെ പോയതിനു ശേഷം രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് എത്തുന്നു. അവിടെയും പ്രതിപക്ഷം ചെയ്തു കൊടുത്തത് എന്താണ്? പ്രതിപക്ഷമാണ് ഈ ചടങ്ങ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു, ഞങ്ങൾ പോകുന്നില്ല, അന്നത്തെ ദിവസം ഞങ്ങൾ പോകില്ല, അയോധ്യയിൽ അവിടെ ഇരിക്കുന്ന ഞങ്ങളുടെ രാമനല്ല എന്നൊക്കെ കേരളത്തിലെ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പല ആളുകളും ഇരുന്നിങ്ങനെ പറഞ്ഞതാണ്. അയോധ്യയിലെ രാമൻ എൻ്റെ രാമനല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും അന്ന് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വലിയ ചർച്ചയാക്കി. അത് മോദിയുടെ ധ്യാനം പോലെ തന്നെ വലിയ ഹിറ്റാക്കി മാറ്റി. ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ, ജയറാം രമേശ്, മമതാ ബാനർജി ഇവരൊക്കെ അടങ്ങുന്ന പ്രതിപക്ഷ നിരയാണ് മോദിയുടെ ധ്യാനത്തെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ വിമർശനത്തിലൊരു തുടർച്ച കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഈ ബംഗാളിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീർത്തു പറയുകയാണ്. നാളെ വിധി എഴുതുന്ന ജൂൺ 1 ലാസ്റ്റ് ഫേസ് ഓഫ് ഇലക്ഷൻ, അതിൽ വിധി എഴുതുന്ന കൊൽക്കത്തയും സൗത്ത് 24 പർഗാനാസും അടക്കം ബംഗാളിൽ 42ൽ 30 സീറ്റാണ് BJP ലക്ഷ്യമിടുന്നത്. അതവർ നേടാനുള്ള സർവ്വകാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ആ 30ലേക്ക് എത്തുക തന്നെയാണ് ലക്ഷ്യം. ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകുന്നത് നന്നായി പഠിക്കുന്ന കുട്ടികൾ വിദ്യാഭ്യാസ കാലത്ത് ചെയ്യും. നന്നായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തന വേളയിൽ കൃത്യമായി ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് തന്നെ അതിനുവേണ്ടി പരിശ്രമിക്കും. അങ്ങനെയാണ് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത്. അല്ലാതെ നമ്മൾ അവിടെയും ഇവിടെയും ഇങ്ങനെ വീശുവല എറിയുന്നത് പോലെയല്ല. കൃത്യം ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അങ്ങോട്ട് തന്നെ നീങ്ങുക തന്നെ ചെയ്യും. ഇവിടെ നരേന്ദ്രമോദി ഇവോൾവ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലീഡർ എന്നതിൽ നിന്ന് പൊളിറ്റിക്കൽ പ്ലസ് സ്പിരിച്വൽ ആ ഒരു കോമ്പിനേഷനിലേക്ക് നരേന്ദ്രമോദി എത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ചില BJP നേതാക്കളൊക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം ഒരു രാജർഷിയായി മാറാൻ പോവുകയാണ്, അതിനുവേണ്ടിയാണ്
ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രാജശ്രീ എന്ന രീതിയിലാണ് അവർ അദ്ദേഹത്തെ കാണുന്നത്. എന്തായാലും ഈ ഒരു ധ്യാനത്തിലൂടെ സ്പിരിച്വൽ സ്ട്രെങ്ത് അത് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്. അതായത് ഒരു നേഷൻ ബിൽഡിംഗ്, വികസിത ഭാരതത്തിലേക്ക് എത്തുക, അതോടൊപ്പം തന്നെ ഒരു സിവിലൈസേഷണൽ റിനൈസൻസ്, ഭാരതത്തിന്റെ സ്വത്വം വീണ്ടെടുക്കുക, അതോടൊപ്പം തന്നെ ഒരു സ്പിരിച്വൽ നാഷണലിസം. അതായിരിക്കും തേർഡ് ടേം ഓഫ് മോദിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് അഖണ്ഡ ഭാരതം എന്നുള്ള POK തിരിച്ചുപിടിക്കുമെന്ന് പറയുന്നുണ്ട് 6 മാസത്തിനകം. അങ്ങനെയുള്ള ഒരു അഖണ്ഡ ഭാരതം എന്നുള്ള കോൺസെപ്റ്റ് തന്നെയായിരിക്കും, അതിനു വേണ്ടിയിട്ടുള്ള ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പോക്ക് തന്നെയായിരിക്കും നരേന്ദ്രമോദിയും ടീമും നടത്താൻ പോകുന്നത് എന്നതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് 272 എത്താൻ കഷ്ടപ്പെടുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. അതൊക്കെ ജനം വിധി എഴുതി കഴിഞ്ഞതാണ്. വോട്ടെണ്ണുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. സൂചനകൾ നാളത്തെ എക്സിറ്റ് പോളിലും ഉണ്ടാകും. ഒറ്റ കമൻറ്റ് മാത്രമേ എനിക്കുള്ളത്. രാജർഷി ആയാലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആരും എൻ്റെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല. രാജർഷി ആവാനുള്ള അടിസ്ഥാന യോഗ്യത അതല്ല എന്നുള്ളതുകൊണ്ട് അതൊരു ഗുണമാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിക്ക് നമ്മൾ പ്രചരണം നൽകുന്നു എന്ന് പറഞ്ഞത് സുജയ്ക്ക് തോന്നിയത് ഞങ്ങൾ 3 പേരും നരേന്ദ്രമോദിക്ക് പ്രചരണം കൊടുത്തു എന്നാണോ? എങ്ങനെയായാലും മുഴുവൻ ഞാൻ ചോദിക്കട്ടെ, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരണമല്ല, വിമർശനമാണ് ആ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വിമർശനത്തിലും നിങ്ങൾ ഒരാളെ എതിർക്കുമ്പോൾ അയാളുടെ പേര് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി. ഇന്നലെ That നമ്മൾ name matters. നോക്കൂ സുജയ, പ്രജ്വൽ രേവണ്ണയെ കുറിച്ചാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇന്നലെ കൂടുതൽ സംസാരിച്ചത്. പ്രജ്വൽ രേവണ്ണയ്ക്ക് പ്രചരണം കൊടുത്തു എന്നാണോ താങ്കൾ വിചാരിച്ചത്? പ്രജ്വൽ രേവണ്ണ തിരിച്ചെത്തുന്നത് പോലെ അല്ലല്ലോ നരേന്ദ്രമോദിയുടെ ധ്യാനം. അത് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തി നരേന്ദ്രമോദി എന്നല്ലേ പറയാൻ പറ്റുമോ? അമിത്ഷാ എന്ന് പറയാൻ പറ്റുമോ? നരേന്ദ്രമോദി നരേന്ദ്രമോദി ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗം മാഞ്ഞു വീശുമ്പോൾ ബീഹാറിൽ 18 പേർ ഉഷ്ണതരംഗത്തിൽ ഞാൻ ഉണ്ണി സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ എന്നെ കുറിച്ച് മോശം പറഞ്ഞോളൂ, നല്ലത് പറഞ്ഞോളൂ, പക്ഷെ നിങ്ങൾ എന്നെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പൊളിറ്റിക്സ് സാർ. ആ പൊളിറ്റിക്സ് ആണ് എവിടെ കണ്ടത്? വിവേകാനന്ദ പാറയിൽ കണ്ടത്. അതാ ഞങ്ങൾ 3 പേരും പറഞ്ഞിട്ടുള്ളൂ. നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഇനി പറയാൻ നരേന്ദ്രമോദിയെ കുറിച്ച് മാത്രമേ ഉണ്ടാവൂ. അതെ, നമ്മൾ അങ്ങനെയാണ് ഗോഡ്സെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ അങ്ങനെയാണ് സവർക്കറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഹീറോ എവിടെ? കഴിയില്ല. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എവിടെയാണ് സാർ? ആരെ ഉദ്ദേശിച്ചത്? ഗാന്ധിയാണോ? അത് 1982 മുമ്പ് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നതാണ്. നിങ്ങളുടെ ഹീറോ രാഹുൽ ഗാന്ധി. ഞാൻ ചിലപ്പോൾ സംശയം ഉണ്ടാവും. ഇനിയിപ്പോ ഒരുപക്ഷെ ഞാൻ ഭയക്കുന്നത് നാളെ അദ്ദേഹം പറയുക നരേന്ദ്രമോദിയുടെ വിസിറ്റ് കൊണ്ട് ലോകമറിഞ്ഞ വിവേകാനന്ദൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരാതിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എങ്കിലും ദാറ്റ്സ് എ ഗുഡ് ടേക്ക്. കമന്റ് ചെയ്യാനുണ്ടോ? അങ്ങേക്കുമില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ചോദ്യം ഇതായിരുന്നു, ധ്യാനം പ്രചരണത്തിനായിരുന്നു എന്നതാണ്. യെസ് എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ധ്യാനം പ്രചരണത്തിനല്ല, ധ്യാനം പ്രചാരണമായി എന്നാണ് എന്റെ ടേക്ക്. Meet the editors.